ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ നമ്മൾ എന്താ പറയുക, വിഷു കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു തീമിലേക്കാണ് ഇന്ന് ഫുൾ കാണിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ആ കണിക്കൊന്ന വിഷു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഫ്ലവറിന്റെ ഒരു തീമായിട്ടാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. ആ ഒരു കണിക്കൊന്നയുടെ ഫ്ലവർ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ്സിലുള്ള ഒരുപാട് ഉണ്ട്. അതും റെഡി ടു ഡെസ്പാച്ച് ആയിട്ടുള്ള പീസുകളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇച്ചിരി കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരും നാട്ടിലേക്കൊക്കെ എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ എല്ലാം ഇലക്ഷനൊക്കെ ആയിട്ട് ബൈവാര പകുതി പേരൊക്കെ നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഡിലേ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് റെഡി പീസാണ്. ഇത് നല്ല ആ ഒരു ഫ്ലവറിന്റെ എക്സാക്ട് തീമിലേക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ആ ഒരു ക്രീമും ഇതുപോലെ ആ ഒരു യെല്ലോ ഫ്ലവറും കൂടെ. ഇത് പ്യുവർ ഫാബ്രിക് ആണ് നമ്മൾ ഈ സൈഡിലോട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഈ ഫ്രണ്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ. അതായത് യോക്ക് തുടങ്ങിയിട്ട് പ്ലെയിൻ കൊടുത്തിട്ട് ഈ ഒരു പാറ്റേണിലേക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്നിട്ട് സ്ലീവിലേക്ക് നമ്മൾ 2 ലെയറിലോട്ട് ഒരു ലേസ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടോ, നല്ല രസമാണ്. ആ ഒരു കളറും കോമ്പിനേഷനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ആ ഫ്രണ്ട് നമ്മൾ ഇതുവരേക്കും പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്നത്. സൈഡിലേക്കുള്ള ആ ഒരു ഫ്ലോറൽ ഡിസൈൻ കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. ഓക്കെ, ആയിട്ടുള്ള ആ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ശരിക്കും ആ ഒരു ഫ്ലവറിന്റെ തീമിലേക്കാണ് ഇപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തേക്കുന്നത്. കാണിച്ചു തരാം അതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളതൊക്കെ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡിലോട്ട് ഇതുപോലെ നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ വെച്ചിട്ട് ഒരു പടി പോലെ ഇതിനകത്തോട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ പീസ് കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്ത് റെഡി പീസ് ആണ്. ഒത്തിരി, അതായത് നാളെ തന്നെ ഡെസ്പാച്ച് റെഡി ആയിട്ടുള്ള പീസുകളാണ് ഇപ്പം ഇതിനകത്ത് ഉള്ളത്. അതാണ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ടൈം എടുക്കും. ഇത് കണ്ടോ, ഇതാണ് അതിന്റെ ഒരു യോക്കിലെ ഡിസൈൻ വരുന്നത്. ഇതുപോലെ ആ ഒരു റെഡും ഗോൾഡൻ കളർ ബീഡ്സ് ഒക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഞാനിപ്പോൾ ഈ വെയർ ചെയ്തേക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ്. പിന്നെ സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ് ഇതാ, ഇതിപ്പം പ്ലസ് സൈസ് ഉള്ളത് ഞാൻ വേറെ ചെയ്യുന്നില്ല കേട്ടോ. അതായത് ഇതിന് നമുക്ക് അപ് ടു 3XL വരെ ഉണ്ടാവും. സൈസും കൂടെ പറയാം. അപ്പം ഞാൻ ഈ വേറെ ചെയ്തേക്കേണ്ടതും നമുക്ക് ലാർജ് ടു XXL വരെയുള്ള മെഷർമെന്റിലേക്കാണ് ഉള്ളത്. ഇത് വന്നിട്ട് നമുക്ക് XXL ഉണ്ട്. ഇതുപോലെ ഈ ഒരു പാറ്റേൺ കണ്ടോ. ഇത് നല്ലൊരു മസ്റ്റർഡ് യെല്ലോ കളറിലോട്ട് ഇതിനകത്തോട്ട് ഒത്തിരി ഷൈനിങ് ഒന്നും ഇല്ലാത്തൊരു ബീഡ്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് കണ്ടോ. ആ ഒരു ബീഡ്സ് കണ്ടോ, നല്ലൊരു എന്താ പറയുക, ഒരു റെയിൻബോ കളേഴ്സ് ഒക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ എനിക്ക് വലിയ സൈസ് ആയതുകൊണ്ട് വെയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു പാറ്റേൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. നമുക്ക് വിഷുവിനൊക്കെ ഏറ്റവും ബെസ്റ്റ് തീം ഇതാണ്, ഈ ഒരു യെല്ലോ ഷെയ്ഡ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഫുൾ ഇത് കാണിക്കുന്നത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കളർ ഇതാണ്. നല്ല ഡാർക്ക് വയലറ്റ് കളറിലോട്ട് ഇതേപോലെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതുപോലെ വരും കേട്ടോ. ഇതിന്റെ യോക്ക് ഡിസൈൻ ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പാറ്റേൺ. ഓക്കെ, ആയിട്ട് ഇനി ഫ്രണ്ടിലോട്ട് പ്ലീറ്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് വിഷുവിന് വേറെ എന്നുണ്ടെങ്കിൽ ഈ ഒരു തീമിലേക്ക് നമ്മൾ ഇതേപോലെ നെക്കിലോട്ട് ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തിട്ട് സൈഡിലോട്ടും ഈ ഒരു ഹാൻഡ് വർക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ കളർ ബീഡ്സ് വെച്ചിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒത്തിരി ഷൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു ബീഡ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വിത്ത് ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ദുപ്പട്ട വേണമെന്നുള്ളവർ ഇതേപോലെ പറഞ്ഞാൽ മതി. എയർലൈൻ പാറ്റേണിലൊക്കെ ചെയ്തേക്കുന്നത്. ഇതിലൊരു ലുക്ക് വരുന്നത് ഇതേപോലെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടോ. വിഷുവിന് ഇതുപോലെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത പാറ്റേൺ ഇതാണ് കേട്ടോ. മൽച്ചന്തേരി ഫാബ്രിക്കിലോട്ട് ഇതിന്റെ കളേഴ്സ് നമ്മൾ ഒത്തിരി ചെയ്തായിരുന്നു. ഇപ്പോഴും എനിക്ക് എൻക്വയറീസ് ഉള്ള ഒരു പാറ്റേൺ ആണിത്. ഇതിന്റെ ഒറ്റ പീസ് നമുക്കിപ്പോൾ ഉണ്ട്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഡിസൈനിലോട്ട് ഇതുപോലെ ഫുള്ളി മൽച്ചന്തേരിയിൽ ചെറിയ ത്രെഡിന്റെ ഫ്ലവേഴ്സ് വരുന്നതാണ്. ഇതിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഒറ്റ പീസേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. പോക്ക് വിത്ത് ഈ ഒരു വി കട്ടിങ് വെച്ചിട്ട് ഇതേപോലെ കസ്റ്റമൈസേഷൻ നമുക്ക് പറ്റില്ല, കാരണം റെഡി പീസാണ്, റെഡി ടു ഡെസ്പാച്ച് പീസാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൽച്ചന്തേരിയിലോട്ട് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഓക്കെ ആണ്. ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത് പ്യൂർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. സോ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. അതായത് പ്യൂർ ജോർജറ്റ് ആണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് നെക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു യോക്കെല്ലാം സിമ്പിൾ ഒരു വി കോളറിൽ ഇതിനകത്തോട്ടും വെച്ചിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ഉള്ള ഒരു ഫാബ്രിക് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഒരു വി നെക്ക് വെച്ചിട്ട് ചെറിയൊരു പ്ലീറ്റ്സ് ഫ്രണ്ടിൽ ചെറിയൊരു പ്ലീറ്റ്സ് തോന്നാൻ വേണ്ടി മാത്രം ചെറുതായിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സിമ്പിൾ ആയിട്ട് എന്താ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലോട്ട് ഇതേപോലെ നമ്മൾ ഒരു എയർലൈൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴോട്ട് നമ്മൾ ഒരു ബോർഡർ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് കണ്ടോ. എൻഡിലേക്ക് ഒരു ബോർഡർ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ വേറെ ചെയ്ത മൽച്ചന്തേരി ഇതാണ് കേട്ടോ. അതിന്റെ ആ ഡിസൈൻ കണ്ടോ. ഇതാണ് അതിന്റെ ഫ്ലവേഴ്സ് വരുന്ന ചെറിയ ത്രെഡ് വർക്ക്. ഇത് നമ്മൾ യോക്ക് ഇതേപോലെ പ്ലെയിൻ കൊടുത്തിട്ട് ഫ്രണ്ടിലെ ഒരു ഡിസൈൻ ഫാബ്രിക് പ്ലെയിൻ ആയിട്ടുള്ള മൽച്ചന്തേരി കൊടുത്തു. എന്നിട്ട് സൈഡിലോട്ട് നമ്മൾ ഈ ഒരു ഡിസൈനർ ഫാബ്രിക് ആണ് കൊടുത്തേക്കുന്നത്. സ്ലീവും ഇതേപോലെ ഒരു ചെറിയ പഫൊക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേണിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ കുറച്ച് വലിയ സൈസ് ആട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ സെയിം ഈ ഒരു ഡിസൈൻ ഫാബ്രിക് തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി അത് തന്നെ തിരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഫുള്ളി പ്ലെയിൻ ചെയ്തിട്ട്, അതായത് ബാക്ക് പ്ലെയിൻ
ഫ്രണ്ടും സൈഡെല്ലാം പ്ലെയിൻ ആയിട്ട് മിഡിൽ പോർഷനിൽ മാത്രം നമ്മൾ ഈ ഒരു ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ട് ഈ ഒരു പാറ്റേണിൽ കൂടി ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് അപ്പോൾ ഇത് ഈ ഒരു പാറ്റേണും ഉണ്ട്. നോക്കി കണ്ടോ, ഇതിന്റെ ആ ഒരു ത്രെഡ് വർക്ക് കണ്ടോ, വൈറ്റും ആ വൈറ്റ് നമ്മൾ വീഡിയോയിൽ അത്ര കാണുന്നില്ല, അതുകൊണ്ടാണ് ക്ലോസ് ആയിട്ട് കാണിച്ചു തന്നെ. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനിക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഫ്രോക്ക് പോലെ നമുക്ക് വേറെ കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഇത്രയാണ് കാണിച്ചേക്കുന്നത്. അപ്പം ഇതിലെല്ലാം നമുക്ക് റെഡി ടു ഡെസ്പാച്ച് പീസുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സാപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തായിരിക്കും 3-4 days അല്ല, സോറി, ബുക്ക് ചെയ്തിട്ട് നമ്മൾ നാളെ തന്നെ റെഡി ടു ഡെസ്പാച്ച് ആണ്.